Hi everyone, welcome to my income tax class. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിനെ കുറിച്ചാണ്. ഒരു അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അസസി ടാക്സ് അടയ്ക്കേണ്ടത്. As per section 14 of the Income Tax Act, the income is chargeable under 5 heads of income. These 5 heads are income from salary, income from house property, income from business or profession, income from capital gain, income from other source. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 14 അനുസരിച്ച് ഒരു അസസി ടാക്സ് അടയ്ക്കേണ്ടത് അയാളുടെ 5 ഹെഡ്സിൽ നിന്നുള്ള ഇൻകം ടോട്ടൽ ചെയ്തിട്ടാണ്. ആ 5 ഹെഡ്സ് ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 സോഴ്സുകളിൽ പെട്ടതായിരിക്കും അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ എടുത്ത് പഠിക്കാം, ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 15 to 17 ആണ്. എന്താണ് സാലറി എന്ന് നോക്കാം. Salary means any remuneration paid by an employer to his employee in consideration of his service and includes any benefits or facilities provided by the employer. എംപ്ലോയി നൽകിയ സേവനങ്ങൾക്ക് എംപ്ലോയർ നൽകുന്ന റെമ്യൂണറേഷനെ പറയുന്ന പേരാണെന്ത്? സാലറി എന്ന് പറയുന്നത്. ആ റെമ്യൂണറേഷനിൽ എന്തും കൂടി പെട്ടു. ഇറ്റ് ഇൻക്ലൂഡ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയിക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസും ബെനിഫിറ്റ്സ് എല്ലാം എന്തിൽ പെട്ടു? അയാളുടെ സാലറിയിൽ പെട്ടു. ഫോർ എക്സാമ്പിൾ, ക്യാഷിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ നൽകിയാൽ, ഒരു കാർ ഫെസിലിറ്റി നൽകി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസ് നൽകിയാൽ അതും എംപ്ലോയിയുടെ സാലറിയിൽ പെടും. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 15 അനുസരിച്ച് സാലറി മീൻസ് any salary due from an employer or former employer to an assessee in the previous year, whether paid or not. സെക്ഷൻ 15 അനുസരിച്ച് സാലറി എന്ന് പറയുന്നത് നിലവിലുള്ള എംപ്ലോയറിൽ നിന്നോ അതല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറിൽ നിന്നുള്ള സാലറി എന്ന ഗണത്തിൽ ഡ്യൂ ആയിട്ടുള്ള തുക, കിട്ടാനുള്ള തുകയെ നമ്മൾ എന്തിൽ കൂട്ടും? സാലറി എന്നതിൽ ഉൾപ്പെടും. അഥവാ വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട്, അത് പേ ചെയ്താലും അല്ലെങ്കിലും ഡ്യൂ ആയാൽ മതി, അത് ഇതിൽപ്പെടും, സാലറിയിൽ പെടും. അത് റിസീവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡ്യൂ ആയാൽ തന്നെ ഇതിൽപ്പെടും, സാലറിയിൽ പെടും. നമുക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല, എന്നിരുന്നാൽ പോലും അത് സാലറിയുടെ ഗണത്തിൽ പെടും. നെക്സ്റ്റ്, any salary paid or allowed to him in the previous year by the employer or former employer, though not due or before it become due to him. അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും എംപ്ലോയി അഡ്വാൻസ് സാലറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ആ സാലറിയുടെ ജോലി യഥാർത്ഥ നിർവഹിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ അതിന്റെ അഡ്വാൻസ് സാലറി അയാളെ സാലറി മുൻകൂട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സാലറിയും എന്തിൽപ്പെടും? അഡ്വാൻസ് സാലറിയും എന്തിൽപ്പെടും? സാലറി എന്ന ഗണത്തിൽപ്പെടും. നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ, അഥവാ അത് ഡ്യൂ ആയിട്ടില്ല, ഡ്യൂ ആവുന്നതിന് മുന്നേ, ദാറ്റ് മീൻസ് അഡ്വാൻസ് സാലറി മുൻകൂട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതിൽപ്പെടും? അഡ്വാൻസ് സാലറിയും എന്തു തന്നെയാണ്? സാലറി എന്ന ഗണത്തിൽപ്പെടും. നെക്സ്റ്റ് പോയിന്റ്, എനി അരിയേഴ്സ് ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ ബൈ ദ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. ഇനി ഏതെങ്കിലും അരിയേഴ്സ് സാലറി കിട്ടാനുള്ളത് അയാൾക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ആ വർഷത്തെ സാലറി എന്ന ഗണത്തിൽപ്പെടും. പ്രീവിയസ് ഇയറിൽ കിട്ടാനുള്ള സാലറി, പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് വാങ്ങിച്ച സാലറി, പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിൽ അയാൾക്ക് അരിയേഴ്സ് വരുത്തിയുള്ള സാലറി പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയറിലെ സാലറിയിൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ് പോയിന്റ്, ഫീച്ചേഴ്സ് ഓഫ് സാലറി ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് സാലറി ഓർ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് റിഗാർഡിംഗ് സാലറി. സാലറിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഒരു എംപ്ലോയർ സാലറി എന്ന് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഒന്നാമത്തെ പോയിന്റ്, ഇൻ ഓർഡർ ടു ട്രീറ്റ് ആൻ ഇൻകം ആസ് എ സാലറി ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഒരു ഇൻകം സാലറി ആയി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഒരു തൊഴിലുടമ തൊഴിലാളി ബന്ധം ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. എനി ഇൻകം റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ സാലറി ഇൻകം. എംപ്ലോയർ അല്ലാത്ത ഒരാളിൽ നിന്ന് ഏതെങ്കിലും എമൗണ്ട് കിട്ടിയാൽ അതൊരിക്കലും സാലറി ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയില്ല. അത് മറ്റ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും, പക്ഷെ സാലറി ആയിട്ട് അത് കണക്കാക്കപ്പെടുകയില്ല. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ വാല്യൂ ചെയ്തതിന് ഒരു പ്രൊഫസർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? അത് സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. കാരണം അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഒരു MP MLAക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയില്ല? അതൊരു സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയില്ല. അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ NTA എക്സാമിന് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന് നൽകിയ റെമ്യൂണറേഷൻ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയില്ല? സാലറി എന്ന രൂപത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുകയില്ല. അവിടെ എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നില്ല. മറ്റ് ഹെഡ്സുകളിൽ അത് വരുന്നതായിരിക്കും. ആ സമയത്ത് അതിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് വൺ,
എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. സാലറി ആയിട്ട് ഇൻകത്തെ സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. സെക്കൻഡ് പോയിന്റ്, പെൻഷൻ ഇസ് എ പാർട്ട് ഓഫ് സാലറി. പെൻഷൻ ഏതിന്റെ ഭാഗമാണ്? സാലറിയുടെ ഭാഗമാണ്, സാലറിയിൽ ഉൾപ്പെടുത്തും. പെൻഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആഫ്റ്റർ ദ റിട്ടയർമെന്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സാലറി. റിട്ടയർമെന്റിന് ശേഷം എംപ്ലോയിക്ക് കിട്ടുന്ന എംപ്ലോയിക്ക് നൽകുന്ന പെൻഷൻ അത് ഏതിൽ ഉൾപ്പെടുത്തും? സാലറിയിൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ് പോയിന്റ്, സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. ഒരു എംപ്ലോയിക്ക് ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ടെങ്കിലും അത് ഏതിൽ ഉൾപ്പെടുത്തും? സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തും. എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തും. An employee may receive more than one sources. Salary from each source is taxable under the head of salary. അത് സാലറി എന്ന ഹെഡിൽ വരും. നെക്സ്റ്റ് പോയിന്റ്, പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. നമ്മൾ കഴിഞ്ഞ ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ പഠിച്ചതാണ്. റിസീവ്ഡ് ഇൻകം, അക്രൂ ഓർ ഏൺഡ് ഇൻകം, ഡീംഡ് ഇൻകം ഓർ ഡീംഡ് ടു അക്രൂ ഓർ ഏൺ ഇൻകം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. സാലറി എവിടെ നിന്ന് അക്രൂ ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സാലറി, ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സാലറി, ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതായി കണക്കാക്കപ്പെടുന്ന സാലറി, ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന സാലറി, എല്ലാ സാലറിയും ഏതിൽപ്പെടും? അണ്ടർ ദ ഹെഡ് ഓഫ് സാലറി എന്ന ഗണത്തിൽ വരും. സാലറി ഈസ് ഡീംഡ് ടു അക്രൂ അറ്റ് ദ പ്ലേസ് വെയർ ദ സർവീസ് ഈസ് റെന്റഡ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അക്രൂ ചെയ്തതായി കണക്കാക്കപ്പെടുന്ന സാലറിയും എവിടെ വരും? സാലറി എന്ന ഹെഡിൽ വരും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരാള് ഇന്ത്യയിൽ തന്നെ സാലറി കിട്ടുന്നു. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ തന്നെ സാലറി കിട്ടുന്നു. ദറ്റ് ഈസ് സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. അത് ടാക്സബിൾ ആണ്, നമ്മൾ ഓൾറെഡി അറിയാം. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ വിദേശത്താണ് ആൾക്ക് സാലറി ലഭിക്കുന്നതെങ്കിൽ അതവിടെ ഒരു സാലറി ഹെഡ് എന്നിൽ വരും, കാരണം ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു കേസ് പറയാം, വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണ് പക്ഷെ സാലറി വാങ്ങിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ അതും എവിടെ വരും? സാലറി എന്ന ഹെഡിൽ വരും. വേറൊരു കേസ് പറയാം, ഇന്ത്യക്ക് പുറത്താണ് ജോലി ചെയ്യുന്നത്, ഇന്ത്യക്ക് പുറത്താണ് സാലറി വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ അത് ഏതിൽപ്പെടും? സാലറി എന്ന ഹെഡിൽപ്പെടും. അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും? അത് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അതിനെ പറഞ്ഞ പേരാണ് സാലറി ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടിയുള്ള സർവീസിനുള്ള ഇൻകം ആയതുകൊണ്ട് തന്നെ, വിദേശത്താണ് സർവീസ് എങ്കിൽ പോലും, വിദേശത്താണ് സാലറി കിട്ടുന്നതെങ്കിൽ പോലും ഏതിൽ വരും? സാലറി എന്ന ഹെഡിൽ വരും. കാരണം ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. കാരണം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അക്രൂ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യപ്പെടും, കാരണം അത് ഇന്ത്യക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, വോളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറി. Voluntary foregoing of salary by an employee is taxable on the ground that salary is taxable if it is due, whether paid or not. ഒരാൾക്ക് കിട്ടേണ്ട സാലറി വോളണ്ടറി ആയിട്ട് വേണ്ട എന്ന് വെച്ചാലും അയാൾ എന്തിൽ പെടും? ആ സാലറി എന്തിൽ പെടും? ഹെഡ് ഓഫ് സാലറിയിൽ ഉൾപ്പെടുത്തും. കാരണം ഇൻകം ഏൺ ചെയ്താൽ മതി, അത് കിട്ടണം, വെദർ പെയ്ഡ് ഓർ നോട്ട്, അത് റിസീവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ വോളണ്ടറി ആയിട്ട് സ്വമേധയാ വേണ്ട എന്ന് വെച്ചാലും സാലറി അതിൽപ്പെടും. ഇൻകം ടാക്സ് അനുസരിച്ച് സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ് പോയിന്റ്, പേയ്മെന്റ് മെയ്ഡ് ആഫ്റ്റർ ടെർമിനേഷൻ. പേയ്മെന്റ് മെയ്ഡ് ബൈ an employer to his employee after the cessation of his employment, after the termination of his employment is also taxable under the head of salary. ഒരു എംപ്ലോയി കൊടുക്കുന്ന സാലറി അയാളുടെ ജോലി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ആണെങ്കിലും അത് ഏതിൽ ഉൾപ്പെടുത്തും? ഇൻകം ടാക്സ് അനുസരിച്ച് സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇൻകം ഫ്രം സാലറി എന്താണെന്നും അതിന്റെ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് ചർച്ച ചെയ്തത്. കൂടുതൽ വിശാലമായ ടോപ്പിക്കാണ് ഇൻകം ഫ്രം സാലറി. ഓരോ പാർട്ട് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ, താങ്ക് യു.